അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരും സയ്യിദന്മാരും വേദിയിലിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളും, നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് റീഹുർ റജുൽ എന്ന് പറയുന്ന മജ്ലിസിലാണ്. അല്ലാഹു തആല ഈ മജ്ലിസ് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഇതുവരെ ചൊല്ലിയ ഖിറാഅത്തുകൾ, മറ്റു സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിപ്പോൾ ACS ബീരാ മുസ്ലിയാരെ സംബന്ധിച്ച് ഒരു വാസ്റ്റായിട്ടുള്ള ജീവചരിത്രം തന്നെ കേട്ടു. അതുപോലെ തന്നെ മറ്റൊരു തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അതുപോലത്തെ ഒരു വലിയ പണ്ഡിത പ്രതിഭയാണ് പാണക്കാട് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ. ഏതൊരു മനുഷ്യനെയും ആകർഷിക്കുന്നതായ സ്വഭാവ ശൈലിക്ക് ഉടമയായിരുന്നു പാണക്കാട് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ. ഏതു വലിയ വേദികളിലെത്തിയാലും തൻ്റെ ചിട്ടാവട്ടുകൾ മറന്നിട്ടില്ല, മറ്റൊരു കാര്യം തങ്ങൾ ചെയ്തിട്ടില്ല. ഏതൊരു വലിയ വേദികളിലും തങ്ങളുടെ ചിട്ടാവട്ടങ്ങൾ തങ്ങൾ സൂക്ഷിച്ചു പോന്നു. യമനിനെ ഹളറുമൗത്തിൽ നിന്ന് വന്ന് വളപട്ടണത്ത് താമസമാക്കിയ മർഹൂം സയ്യിദ് അലി എന്നവരുടെ സന്താന പരമ്പരയിൽപ്പെട്ട മുഹമ്മദ് കുഞ്ഞിക്കോയ തങ്ങളുടെയും ഖദീജ ബീവിയുടെയും മകനായി 1943 ഡിസംബർ 9 തങ്ങൾ ജനിക്കുന്നത്. ആദർശശാലിയായ പണ്ഡിതൻ, മികച്ച സംഘാടകൻ, സൂഫി വര്യൻ എന്നീ നിലകളിലെല്ലാം തങ്ങൾ മുദ്ര പതിപ്പിച്ചു. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് ഫൈസി ബിരുദം നേടിയ തങ്ങൾ താനൂരിനടുത്തുള്ള തെയ്യാല എന്ന് പറയുന്ന സ്ഥലത്താണ് ദർസ് ആരംഭിക്കുന്നത്. ഏകദേശം 20 വർഷക്കാലത്തോളം തങ്ങൾ അവിടെ ദർസ് നടത്തിയിട്ടുണ്ട്. തങ്ങൾ തെയ്യാലയിലെത്താനും ചില കാരണങ്ങളുണ്ട്. തെയ്യാല കമ്മിറ്റിയിൽപ്പെട്ട ഭാരവാഹികൾ മുടപ്പനക്കൽ തറവാട്ടിലേക്ക് തങ്ങൾക്കൊരു ഖത്തീബിനെ വേണമെന്ന് പറഞ്ഞു വന്നപ്പോൾ ബഹുമാനപ്പെട്ട PMSA തങ്ങൾ എൻ്റെ മോനെ തന്നെ നിങ്ങൾക്ക് തന്നാലോ എന്ന് ചോദിച്ചു. അപ്പോൾ വന്ന സംഘാടകർക്കെല്ലാം വളരെയധികം സന്തോഷമായി. അങ്ങനെ പിറ്റേന്ന് വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം അവിടുത്തെ ഔദ്യോഗിക ഖത്തീബായിട്ട് സ്ഥാനം അലങ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ തെയ്യാലയിലെ സമീപവാസികൾക്കെല്ലാം ഒരു അഭയകേന്ദ്രമായിരുന്നു പാണക്കാട് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ. ഏതൊരു നല്ല കാര്യങ്ങൾ, മരണമാകട്ടെ മറ്റു മൗലിദ് സദസ്സുകളാകട്ടെ, തങ്ങളില്ലാത്ത പരിപാടി കുറവാണ്. അപ്പോൾ ഏതൊരു തൻ്റെ പ്രയാസഘട്ടങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ തൻ്റെ പരിഹാരമായിട്ട് എല്ലാവരും കണ്ടിട്ടുള്ളത് പാണക്കാട് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങളെയാണ്. അങ്ങനെ ധാരാളം കാലം അവിടെ തെയ്യാലയിൽ ദർസ് നടത്തി. അതിനുശേഷം ചില സന്ദർശകരുടെ സാഹുല്യം കാരണം അവിടുന്ന് വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടേണ്ടി വന്നു. പക്ഷേ തീർന്നില്ല. വീട്ടിലേക്കും ജനങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങി. തൻ്റെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ഒരു അഭയകേന്ദ്രമായിട്ട് പാണക്കാട് ഹുസൈൻ ശിഹാബ് തങ്ങളെ എല്ലാവരും കണ്ടു. തങ്ങളുടെ ഒരു പ്രത്യേക സ്വഭാവ മഹിമയാണ് ബദിരീങ്ങളോട് വല്ലാത്ത മുഹിബ്ബായിരുന്നു. ബദിരിയത്തുകളും ബദിരീങ്ങളെ തവസ്സുൽ ചെയ്യലും തങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ബദിരിയത്തുൽ ഹംസിയ, തഅജൂലുൽ ഫുതൂഹ് പോലത്തെ ദിക്റുകൾ, അതിനനുയോജ്യമായ ആളുകൾക്ക് തങ്ങൾ അതിൻ്റെ ഇജാസത്തും നൽകിയിട്ടുണ്ട്. അങ്ങനെ തങ്ങൾ അവരുടെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. പക്ഷേ നിങ്ങളിൽ പല സയ്യിദന്മാർക്കും എന്നേക്കാൾ കൂടുതൽ തങ്ങളെപ്പറ്റി അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ വളരെയധികം പ്രസിദ്ധമായി ദീനീ സേവനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളായിട്ടുള്ള ഇഹ്യാ സുന്ന, ഹിക്കമിയ്യ, ദാറുൽ മആരിഫ് പോലത്തെ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ വളരെ വലിയൊരു പങ്ക് പാണക്കാട് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾക്കുണ്ട്. അല്ലാഹു തആല തങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മളുടെ ഇൽമെല്ലാം നാഫിയാക്കി തെരുമാറാവട്ടെ. ഹിജ്റ 1432 2011 ജമാദുൽ അവൽ 28 തങ്ങൾ അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് മടങ്ങിയത്. മാത്രമല്ല, തങ്ങളെപ്പറ്റി പറയുമ്പോൾ അവിടുത്തെ 2 മക്കളായിട്ടുള്ള സയ്യിദ് അൻവർ അലി ശിഹാബ് തങ്ങളും റഷീദ് അലി ശിഹാബ് തങ്ങളും ഖബറിനടിയിലാണ്. അല്ലാഹു തആല അവരുടെ ഖബറിടം സ്വർഗ്ഗപൂരിതമാക്കി കൊടുക്കുമാറാവട്ടെ. ആ സയ്യിദമാരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ.
ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.